സമരനായകൻ വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയാക്കുമ്പോൾ വി എസിനെ മറക്കാനാവാത്ത സ്മരണകൾ പങ്കുവെക്കുന്ന ഒരു കുടുംബമുണ്ട് ഇടുക്കിയിൽ. വി.എസ്. ഇടുക്കിയിലെത്തിയാൽ ഒരു തവണയെങ്കിലും വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു മടങ്ങുന്ന ഒരു വീട്. പൊതുപ്രവർത്തകനായ പണിക്കൻകുടിയിലെ എൻ.വി. ബേബിയും ഭാര്യ ആൻസിയുമാണ് വി.എസിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നത്. വി.എസുമായുള്ള 4 പതിറ്റാണ്ട് പിന്നിട്ട ആത്മബന്ധവും തിളങ്ങുന്ന ഓർമ്മകളുമാണ് പണിക്കൻകുടിക്കാരൻ എൻ.വി. ബേബിക്ക് പങ്കുവെക്കുവാനുള്ളത്. 1977 ആദ്യമായി വി.എസിനെ ബേബി നേരിട്ട് കാണുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം അതൊരു വലിയ ആത്മബന്ധത്തിന്റെ തുടക്കമായിരുന്നു. പിന്നീട് വി.എസ്. ഇടുക്കിയിൽ എത്തിയാൽ പണിക്കൻകുടിയിലെ ബേബിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമേ മറ്റ് പരിപാടികളിലേക്ക് പോകാറുള്ളൂ. വി.എസുമായുള്ള ആ ബന്ധം ബേബിക്കും കുടുംബത്തിനും മാത്രമല്ല നാടിനും വലിയ വികസന ചരിത്രം സൃഷ്ടിച്ചു. 1977 നവംബർ മാസം മുതലുള്ള പരിചയമാണ് വി.എസ്. 80 പൊതുതെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗിക്കാൻ വി.എസ്. വന്നിരുന്നു. അന്ന് കൂടുതൽ പരിചയപ്പെട്ടു. 87 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് കുന്തരി പഞ്ചായത്തിൽ കമ്പിളിക്കടത്ത് നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത വി.എസ്. ആണ്. രാജാക്കാട് പൊതുയോഗവും വി.എസ്. ആണ്. ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. അപ്പം അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ട്. പിന്നീട് 91 വി.എസ്. പ്രതിപക്ഷ നേതാവായി. അപ്പോൾ അതിനുശേഷം വി.എസ്. ജില്ലയിൽ വരുന്ന പരിപാടിക്ക് മണിസഖാവാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി. അന്ന് വി.എസിന്റെ കൂടെ പോകാൻ വേണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തുന്നത്. 2009 ബേബിയുടെ ഇളയ മകളുടെ വിവാഹത്തിൽ എത്തിയ വി.എസിനോട് ഹൈറേഞ്ചിന്റെ വികസനത്തിന് മുതിരപ്പുഴയാറിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കണമെന്ന ആവശ്യം ബേബി ഉന്നയിച്ചു. മുമ്പ് കല്ലാർകുട്ടി അണക്കെട്ടിന് മുകളിലൂടെയായിരുന്നു വാഹനങ്ങൾ ഓടിയിരുന്നത്. അണക്കെട്ടിന് സമാന്തരമായി ഇന്ന് കാണുന്ന പുതിയ പാലം യാഥാർത്ഥ്യമായത് വി.എസിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് എൻ.വി. ബേബി പറയുന്നു. 2 മാസം മുമ്പും എൻ.വി. ബേബിയും കുടുംബവും രോഗശയ്യയിലായിരുന്ന വി.എസിനെ കാണാൻ എത്തിയിരുന്നു. വി.എസ്. തന്റെ ചുമതലകൾ നിർവഹിച്ച് കാലയവനികയ്ക്ക് പിന്നിൽ മറയുമ്പോൾ കർഷക പക്ഷത്ത് നിന്ന് ദരിദ്ര വിഭാഗത്തിന്റെ ശബ്ദമായി എക്കാലവും നിലകൊണ്ട വി.എസിനെ കുറിച്ചുള്ള തിളക്കമാർന്ന ഓർമ്മകളാണ് ഒരു കർഷകൻ കൂടിയായ എൻ.വി. ബേബിക്കും ഭാര്യ ആൻസിക്കും പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.